അപ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ആയിരിക്കും. എന്തൊരു കഷ്ടം. ഒട്ടിച്ചാടാ ദുഷ്ട. ഹായ്, മാക്സിൽ നിന്നൊരു പാൻറ്റ് ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചു. എന്നിട്ട് അത് ഇടാൻ പറ്റാത്ത അവസ്ഥയെ. കാര്യം അത് നല്ല ലൂസായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് എണീച്ചാൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതായിരുന്നു പാൻറ്റിൻ്റെ അവസ്ഥ. അത്യാവശ്യം നല്ല ലൂസായിരുന്നു. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇത്. ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി അൺബോക്സ് ചെയ്ത് കാണിക്കാം. പെട്ടി കാണുമ്പോൾ നിങ്ങൾക്കിത് വലിയ പെട്ടിയായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്തുള്ള സാധനം വളരെ ചെറുതാണ്. ഒരു ചെറിയ ശബ്ദം മതി ഇവ എണീക്കാൻ. അതുകൊണ്ട് നമുക്ക് പതുക്കെ തന്നെ തുറക്കാം. ഇത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും എനിക്ക് ഈ ഫ്ലവറിൻ്റെ തന്നെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. നല്ല രസമില്ലേ കാണാൻ. ഇതെങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പാൻറ്റിൻ്റെ എവിടെയാണോ നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബാക്കിൽ ഹുക്കുണ്ട്, അത് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ വയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഉറങ്ങണോണ്ടല്ലേ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ആയിരിക്കും. നല്ല രസമായിട്ടല്ലേ? ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കും. നല്ല രസമല്ലേ? എന്നെപ്പോലെ ട്രയൽ ചെയ്തിട്ടും ലൂസ് പാൻ്റാണോ ടൈറ്റ് പാൻ്റാണോ എന്ന് അറിയാത്തവർ എന്തായിരുന്നാലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണം. അപ്പോൾ ശരി, ഓക്കെ, ബായ് പറ. ബായ്.